പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ പ്രോഗ്രാം രൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്നും സ്ത്രീയും സ്ത്രീ സംബന്ധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ബൈബിൾ ക്യൂസ്. ചോദ്യം 1. ഭർത്താവും 2 പുത്രന്മാരും മരണപ്പെട്ടത് ആരുടെ? ഉത്തരം നവോമി. 1-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 2. പൊട്ടിക്കരഞ്ഞവർ. ഉത്തരം നവോമിയും മരുമക്കളും. 1-ാം അധ്യായം 14-ാം വാക്യം. ചോദ്യം 3. തന്നെ നവോമി എന്ന് വിളിക്കരുത്, എന്ത് വിളിക്കാനാണ് പറഞ്ഞത്? ഉത്തരം മാറ. 1-ാം അധ്യായം 20-ാം വാക്യം. ചോദ്യം 4. ഓബേദിന് ധാത്രിയായി തീർന്നവൾ. ഉത്തരം നവോമി. 4-ാം അധ്യായം 16-ാം വാക്യം. ചോദ്യം 5. ഇസ്രായേൽ ഗൃഹം പണിത സ്ത്രീകൾ. ഉത്തരം റാഹേൽ, ലേയ. 4-ാം അധ്യായം 11-ാം വാക്യം. ചോദ്യം 6. ഉത്തമ സ്ത്രീ ആര്? ഉത്തരം രൂത്ത്. 3-ാം അധ്യായം 11-ാം വാക്യം. ചോദ്യം 7. 2 സ്ത്രീകൾ നിമിത്തം ഏതു പട്ടണമിളകി? സ്ത്രീകൾ ആര്? ഉത്തരം ബത്ലഹേം പട്ടണം. സ്ത്രീകൾ നവോമി, രൂത്ത്. 1-ാം അധ്യായം 19-ാം വാക്യം. ചോദ്യം 8. മരുമക്കളെ ഓർത്ത് വളരെ വ്യസനിച്ച അമ്മായിയമ്മ. ഉത്തരം നവോമി. 1-ാം അധ്യായം 13-ാം വാക്യം. ചോദ്യം 9. ആര് ആരോട് പറ്റി നിന്നു? ഉത്തരം രൂത്ത് നവോമിയോട്. 1-ാം അധ്യായം 14-ാം വാക്യം. ചോദ്യം 10. ഇവൾ നവോമിയോ എന്ന് പറഞ്ഞതാര്? ഉത്തരം ബത്ലഹേമിലെ സ്ത്രീകൾ. 1-ാം അധ്യായം 19-ാം വാക്യം. ചോദ്യം 11. സാഷ്ടാംഗം വീണത് ആര് ആരുടെ മുമ്പിൽ? ഉത്തരം രൂത്ത് ബോവസിൻ്റെ. 2-ാം അധ്യായം 10-ാം വാക്യം. ചോദ്യം 12. യജമാനനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച ദാസി ആര്? ഉത്തരം രൂത്ത്. 2-ാം അധ്യായം 14-ാം വാക്യം. ചോദ്യം 13. വയലിൽ പോയി കതിർ പെറുക്കുവാൻ അനുവാദം ചോദിച്ചവൾ. ഉത്തരം രൂത്ത്. 2-ാം അധ്യായം 2-ാം വാക്യം. ചോദ്യം 14. ബോവസ് നവോമിയിൽ നിന്നും എന്തെല്ലാം വാങ്ങി? ഉത്തരം എലീമേലെക്കിനുള്ളതും കില്യോനും മഗ്ലോനുമുള്ളതൊക്കെയും. 4-ാം അധ്യായം 9-ാം വാക്യം. ചോദ്യം 15. കുഞ്ഞിനെ മടിയിൽ കിടത്തിയവൾ. ഉത്തരം നവോമി. 4-ാം അധ്യായം 16-ാം വാക്യം. ചോദ്യം 16. രൂത്തിനെ മൂപ്പന്മാരും ജനവും അനുഗ്രഹിച്ചത് എങ്ങനെ? ഉത്തരം യഹോവ റാഹേലിനെയും ലേയയെയും പോലെ അനുഗ്രഹിക്കട്ടെ. 4-ാം അധ്യായം 11-ാം വാക്യം. ചോദ്യം 17. യഹോവ ആർക്ക് വീണ്ടെടുപ്പുകാരനെ നൽകി എന്നാണ് സ്ത്രീകൾ പറഞ്ഞത്? ഉത്തരം നവോമിക്ക്. 4-ാം അധ്യായം 14-ാം വാക്യം.
ചോദ്യം 18. ഇന്ന് ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥനാകയില്ല. ആരുടെ വാക്ക്? ഉത്തരം നവോമിയുടെ. 3-ാം അധ്യായം 18-ാം വാക്യം. ചോദ്യം 19. മരിച്ചവരോടും അമ്മായിയമ്മയോടും ദയ ചെയ്തതാര്? ഉത്തരം ഓർപ്പ, രൂത്ത്. 1-ാം അധ്യായം 7-8 വാക്യങ്ങൾ. ചോദ്യം 20. നീയും നിന്റെ സഹോദരിയുടെ പിന്നാലെ പോയിക്കൊള്ളുക. ഈ സഹോദരിമാർ ആരെല്ലാം? ഉത്തരം ഓർപ്പ, രൂത്ത്. 1-ാം അധ്യായം 15-ാം വാക്യം. ചോദ്യം 21. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. ആര് ആരോടാണ് പറഞ്ഞത്? ഉത്തരം രൂത്ത് നവോമിയോട്. 1-ാം അധ്യായം 16-17 വാക്യങ്ങൾ. ചോദ്യം 22. നവോമിയെ ദുഃഖിപ്പിച്ചത് ആര്? ഉത്തരം സർവശക്തൻ. 1-ാം അധ്യായം 21-ാം വാക്യം. ചോദ്യം 23. രൂത്ത് കതിർ പെറുക്കിയത് എങ്ങനെ? ഉത്തരം കൊയ്ത്തുകാരുടെ പിന്നാലെ. 2-ാം അധ്യായം 3-ാം വാക്യം. ചോദ്യം 24. പൂർണ്ണ പ്രതിഫലം ലഭിക്കട്ടെ എന്ന് ആശീർവാദം ലഭിച്ചത് ആർക്ക്? ഉത്തരം രൂത്തിന്. 2-ാം അധ്യായം 12-ാം വാക്യം. ചോദ്യം 25. ബോവസ് എൻ്റെ മകളെ എന്ന് വിളിച്ചത് ആരെ? ഉത്തരം രൂത്തിനെ. 2-ാം അധ്യായം 8-ാം വാക്യം. ചോദ്യം 26. മലർ ആര് ആർക്ക് കൊടുത്തു? ഉത്തരം ബോവസ് രൂത്തിന്. 2-ാം അധ്യായം 14-ാം വാക്യം. ചോദ്യം 27. രൂത്തിനെ ശകാരിക്കരുതെന്ന് ബോവസ് ആരോടാണ് പറഞ്ഞത്? ഉത്തരം ബാല്യക്കാരോട്. 2-ാം അധ്യായം 15-16 വാക്യങ്ങൾ. ചോദ്യം 28. ബോവസ് നമ്മുടെ ആരെന്നാണ് നവോമി രൂത്തിനോട് പറഞ്ഞത്? ഉത്തരം അടുത്ത ചാർച്ചക്കാരനും വീണ്ടെടുപ്പുകാരനും. 2-ാം അധ്യായം 20-ാം വാക്യം. ചോദ്യം 29. രൂത്ത് ബോവസിൻ്റെ വയലിൽ എപ്പോൾ വരെ കറ്റ പെറുക്കി? ഉത്തരം യവക്കൊഴുത്തും ഗോതമ്പ് കൊഴുത്തും തീരുവോളം. 2-ാം അധ്യായം 23-ാം വാക്യം. ചോദ്യം 30. രൂത്ത് യവം അളന്ന് മേടിച്ചത് ഏതിൽ? ഉത്തരം ധരിച്ചിരുന്ന പുതപ്പിൽ. 3-ാം അധ്യായം 15-ാം വാക്യം. ചോദ്യം 31. യഹൂദ ദേശത്തേക്ക് മടങ്ങിപ്പോകുവാൻ യാത്രയായത് ആര്? ഉത്തരം നവോമിയും മരുമക്കളും. 1-ാം അധ്യായം 7-ാം വാക്യം. ചോദ്യം 32. യഹോവ നിങ്ങളോടും ദയ ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞതാര്? ഉത്തരം നവോമി മരുമക്കളോട്. 1-ാം അധ്യായം 8-ാം വാക്യം. ചോദ്യം 33. ഒരു പുരുഷന് ഭാര്യയായിരിക്കാൻ എനിക്ക് പ്രായം കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞ വിധവ? ഉത്തരം നവോമി. 1-12. ചോദ്യം 34. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞതാര്? ഉത്തരം രൂത്ത്. 1-ാം അധ്യായം 16-ാം വാക്യം. ചോദ്യം 35. നവോമിയും രൂത്തും എവിടം വരെ നടന്നു? ഉത്തരം ബത്ലഹേം വരെ. 1-ാം അധ്യായം 19-ാം വാക്യം.
ചോദ്യം 36. മാറ എന്ന് തന്നെ വിളിക്കാനുള്ള കാരണം എന്താണെന്നാണ് നവോമി പറഞ്ഞത്? ഉത്തരം, സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കയാൽ. 1-ാം അധ്യായം 20-ാം വാക്യം. ചോദ്യം 37. നവോമിയും രൂത്തും ബെത്ലഹേമിൽ എത്തിയത് എപ്പോൾ? ഉത്തരം, യവക്കൊയ്ത്തിന്റെ ആരംഭത്തിൽ. 1-ാം അധ്യായം 20-ാം വാക്യം. ചോദ്യം 38. രൂത്ത് ഭാഗ്യവശാൽ ചെന്നുപെട്ടത് ആരുടെ വയലിൽ? ഉത്തരം, എലീമേലെക്കിന്റെ കുടുംബക്കാരനായ ബോവസിന്റെ. 2-ാം അധ്യായം 3-ാം വാക്യം. ചോദ്യം 39. ദാഹിക്കുമ്പോൾ ബാല്യക്കാരത്തികൾ കോരി വച്ചതിൽ നിന്ന് കുടിക്കുവാൻ അനുവാദം ലഭിച്ചവൾ? ഉത്തരം, രൂത്ത്. 2-ാം അധ്യായം 9-ാം വാക്യം. ചോദ്യം 40. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ എന്ന് ബോവസ് ആരോടാണ് പറഞ്ഞത്? ഉത്തരം, രൂത്തിനോട്. 2-ാം അധ്യായം 12-ാം വാക്യം. ചോദ്യം 41. രൂത്ത് തൃപ്തിയായി തിന്നുകയും ശേഷിപ്പിക്കുകയും ചെയ്തത് എന്ത്? ഉത്തരം, മലർ. 2-ാം അധ്യായം 14-ാം വാക്യം. ചോദ്യം 42. രൂത്ത് കറ്റകൾ എപ്പോൾ വരെ പെറുക്കി? ഉത്തരം, വൈകുന്നേരം വരെ. 2-ാം അധ്യായം 17-ാം വാക്യം. ചോദ്യം 43. രൂത്ത് തിന്നു ശേഷിപ്പിച്ചതിൻ്റെ ബാക്കി ആർക്കു കൊടുത്തു? ഉത്തരം, അമ്മായിയമ്മയായ നവോമിക്ക്. 2-ാം അധ്യായം 18-ാം വാക്യം. ചോദ്യം 44. കുളിച്ച് തൈലം പൂശി കളത്തിൽ പോയവൾ? ഉത്തരം, രൂത്ത്. 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 45. അർദ്ധരാത്രിയിൽ ഞെട്ടിത്തിരിഞ്ഞപ്പോൾ കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നത് കണ്ടതാര്? ഉത്തരം, ബോവസ്. 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 46. ജീവനുള്ളവരോടും മരിച്ചവരോടും ദയ വിടാതിരുന്ന വ്യക്തി ആരെന്നാണ് നവോമി പറഞ്ഞത്? ഉത്തരം, ബോവസ്. 2-ാം അധ്യായം 20-ാം വാക്യം. ചോദ്യം 47. രൂത്ത് ആരുടെ പുതപ്പ് മാറ്റിയ ശേഷമാണ് കിടന്നത്? ഉത്തരം, ബോവസിന്റെ. 3-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 48. അമ്മായിയമ്മയുടെ അടുക്കൽ വെറും കൈയോടെ പോകരുതെന്ന് ആരോട് പറഞ്ഞു? ഉത്തരം, ബോവസ് രൂത്തിനോട്. 3-ാം അധ്യായം 17-ാം വാക്യം. ചോദ്യം 49. ഭർത്താവിൻ്റെ വയൽ വിറ്റ സ്ത്രീ? ഉത്തരം, നവോമി. 4-ാം അധ്യായം 3-ാം വാക്യം. ചോദ്യം 50. മഗ്ലോന്റെ ഭാര്യ ആര്? ഉത്തരം, രൂത്ത്. 4-ാം അധ്യായം 10-ാം വാക്യം. ചോദ്യം 51. ആരെ ഭാര്യയായി വാങ്ങി? ഉത്തരം, ബോവസ് രൂത്തിനെ. 4-ാം അധ്യായം 10-ാം വാക്യം. ചോദ്യം 52. ബോവസ് രൂത്തിന് പുതപ്പിൽ അളന്നു കൊടുത്തത് എന്ത്? ഉത്തരം, 6 ഇടങ്ങഴി യവം. 3-ാം അധ്യായം 15-ാം വാക്യം. ചോദ്യം 53. നവോമി വയൽ വിൽക്കുന്നു എന്നുള്ള വാർത്ത ബോവസ് ആരെയാണ് അറിയിച്ചത്? ഉത്തരം, പട്ടണത്തിലെ വീണ്ടെടുപ്പുകാരായ 10 മൂപ്പന്മാരോട്. 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ.
ചോദ്യം 54. നവോമിക്ക് ഒരു മകൻ ജനിച്ചു എന്ന് പറഞ്ഞതാര്? ഉത്തരം അയൽക്കാരത്തികൾ. 4-ാം അധ്യായം 17-ാം വാക്യം. ചോദ്യം 55. 7 പുത്രന്മാരെക്കാൾ ഉത്തമ ആര് ആർക്ക്? ഉത്തരം രൂത്ത് നവോമിക്ക്. 4-ാം അധ്യായം 15-ാം വാക്യം. ചോദ്യം 56. ഇസ്രയേലിൽ ആരുടെ പേര് വിസ്തൃതമായിരിക്കട്ടെ എന്നാണ് സ്ത്രീകൾ പറഞ്ഞത്? ഉത്തരം ഓബേദിൻ്റെ. 4-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 57. രൂത്തിൽ നിന്ന് ബോവസിന് ജനിക്കുന്ന സന്തതി എങ്ങനെ ആയിത്തീരട്ടെ എന്നാണ് മൂപ്പന്മാർ പറഞ്ഞത്? ഉത്തരം താമർ യഹൂദയ്ക്ക് പ്രസവിച്ച പേരസിൻ്റെ ഗൃഹം പോലെ. 4-ാം അധ്യായം 11-12 വാക്യം. ചോദ്യം 58. രാത്രി മുതൽ രാവിലെ വരെ യജമാനൻ്റെ കാൽക്കൽ കിടന്നവൾ? ഉത്തരം രൂത്ത്. 3-ാം അധ്യായം 14-ാം വാക്യം. ചോദ്യം 59. യജമാനൻ്റെ പുതപ്പ് തൻ്റെ മേൽ ഇടുവാൻ ആവശ്യപ്പെട്ടവൾ? ഉത്തരം രൂത്ത്. 3:9. ചോദ്യം 60. ബോവസ് തിന്ന് കുടിച്ച് തീരുവോളം കളത്തിൽ ഒളിച്ചിരുന്നവൾ? ഉത്തരം രൂത്ത്. 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 61. രൂത്ത് പെറുക്കിയ കറ്റകൾ മെതിച്ചപ്പോൾ എത്ര ലഭിച്ചു? ഉത്തരം 1 പറ യവം. 2-ാം അധ്യായം 16-17 വാക്യങ്ങൾ. ചോദ്യം 62. രൂത്തിനോട് ആദരവ് കാണിച്ചവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞതാര്? ഉത്തരം നവോമി. 2-ാം അധ്യായം 19-ാം വാക്യം. ചോദ്യം 63. ഞാൻ കൊയ്ത്തുകാരുടെ പിന്നാലെ പെറുക്കിക്കൊള്ളട്ടെ എന്ന് രൂത്ത് ചോദിച്ചതാരോട്? ഉത്തരം കൊയ്ത്തുകാരുടെ മേലാളായ ഭൃത്യനോട്. 2-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 64. വേറൊരു വയലിൽ പോകാതെ എൻ്റെ ബാല്യക്കാര്യത്തികളോട് ചേർന്ന് കറ്റ പെറുക്കുവാൻ ബോവസ് അനുവാദം കൊടുത്തത് ആർക്ക്? ഉത്തരം രൂത്തിന്. 2-ാം അധ്യായം 8-ാം വാക്യം. ചോദ്യം 65. ഈ യുവതി ആരെന്ന് ആര് ആരോട് ചോദിച്ചു? ഉത്തരം ബോവസ് കൊയ്ത്തുകാരുടെ മേലാളായ ഭൃത്യനോട്. 2-ാം അധ്യായം 5-ാം വാക്യം. ചോദ്യം 66. മഹാധനവാനായ ചാർച്ചക്കാരൻ ആരുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്നു? ഉത്തരം എലീമേലെക്കിൻ്റെ. 2-ാം അധ്യായം 1-ാം വാക്യം. ചോദ്യം 67. യഹോവ നവോമിയെ ബെത്ലഹേമിൽ എങ്ങനെ മടക്കി വരുത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്? ഉത്തരം നിറഞ്ഞവളായി ഞാൻ പോയി ഒഴിഞ്ഞവളായി മടക്കി വരുത്തി. 1-ാം അധ്യായം 21-ാം വാക്യം. ചോദ്യം 68. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ട് പിരിഞ്ഞാൽ യഹോവ എന്നോട് എന്ത് ചെയ്യട്ടെ എന്നാണ് രൂത്ത് പറഞ്ഞത്? ഉത്തരം തക്കവണ്ണവും അധികവും. 1-ാം അധ്യായം 17-ാം വാക്യം. ചോദ്യം 69. ആരുടെ കൈ എനിക്ക് പ്രതികൂലമായി പുറപ്പെട്ടിരിക്കുന്നു എന്നാണ് നവോമി പറഞ്ഞത്? ഉത്തരം യഹോവയുടെ. 1-ാം അധ്യായം 13-ാം വാക്യം. ചോദ്യം 70. മരുമക്കളെ ചുംബിച്ച് ഉച്ചത്തിൽ കരഞ്ഞ അമ്മായിയമ്മ? ഉത്തരം നവോമി. 1-ാം അധ്യായം 9-ാം വാക്യം. ചോദ്യം 71. നവോമിയുടെ ഭർത്താവ് മരണപ്പെട്ട സ്ഥലം? ഉത്തരം മോബാബ് ദേശത്ത് വച്ച്. 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ.
ചോദ്യം 72. നവോമിയുടെ മരുമക്കളുടെ പേരുകൾ. ഉത്തരം രൂത്ത്, ഓർപ്പ. 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ. ചോദ്യം 73. മരുമക്കളും 2 പുത്രന്മാരുമായി നവോമി മോവാബ് ദേശത്ത് എത്ര വർഷം പാർത്തു? ഉത്തരം 10 വർഷം. 1-ാം അധ്യായം 4-ാം വാക്യം. ചോദ്യം 74. മോവാബ്യ സ്ത്രീകളെ വിവാഹം കഴിച്ചത് ആര്? ഉത്തരം നവോമിയുടെ പുത്രന്മാരായ മഗ്ലോനും കില്യോനും. 1-ാം അധ്യായം 2-4 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 75. അമ്മയുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവാൻ ആരോട് പറഞ്ഞു? ഉത്തരം നവോമി മരുമക്കളോട്. 1-ാം അധ്യായം 6-8 വരെയുള്ള വാക്യങ്ങൾ.